അതെ, അടുത്ത മാസം 16-ാം തീയതിയാണ് റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടി. അയ്യോ ഞാൻ കാണില്ല കേട്ടോ. എനിക്ക് ലീവില്ല. എന്ത് കാര്യം പറഞ്ഞാലും ലീവില്ല. എടാ ഇത് രാത്രിയാണ് പരിപാടി. രാത്രി നിനക്ക് അവിടെ എന്താ ഗൂർക്കപ്പണി വല്ലോ? അതുകൊണ്ടോ? പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഓഫീസിൽ പോയി പറയാം. എന്തോന്നു? പപ്പ അവിടെ റെസിഡൻസിന്റെ പരിപാടി വെച്ചിട്ടുണ്ട്, വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു പറയാം. ഞാൻ പോകും. എന്ത് പറഞ്ഞാലും അവന്റെ ഈ കളിയാക്കലുണ്ടല്ലോ. ഞാൻ ചപ്പാത്തി തിന്നോണ്ടിരിക്കുക പോരെ. ചോദിക്കും പറയട്ടെ. ഇടാ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. 16-ാം തീയതിയാണ് പരിപാടി. തീരുമാനിച്ചതല്ല. ഇല്ല, തീരുമാനിച്ചില്ല. ചില ടീംസിന് ഗാനമേള മതി എന്നൊരു അഭിപ്രായം. അത് മതി. സെറ്റ് ഇവൻ അവിടെ കിടന്ന് തുള്ളിച്ചാടി കളിക്കാറില്ലേ? അത് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ലീവ് എടുക്കണില്ല. ചിലർക്ക് മിമിക്രി മതി എന്ന് പറഞ്ഞു. അതിനകത്താകുമ്പോൾ ചിരിക്കാനുണ്ടല്ലോ. ഓക്കെ. അല്ല മോളെ, ഈ ഗാനമേള മിമിക്രിയൊക്കെ നമ്മൾ സ്ഥിരം TV കാണുന്നതല്ലേ. ഞാനൊരു വെറൈറ്റി ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് ഈ നാടകം ചെയ്യിപ്പിക്കാം. അതാകുമ്പോ ആരും വരില്ലല്ലോ കാണാൻ. എടാ ഇത് അങ്ങനത്തെ നാടകമൊന്നുമല്ല. ക്ലാസിക് സ്വഭാവമുള്ള ചില നാടകങ്ങളൊക്കെ, ചില നോവലും കഥയൊക്കെ എടുത്ത് ചിലർ നാടകം ചെയ്യല്ല. എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചത്? അല്ല, ഏർപ്പാടാക്കിയെന്ന് വെച്ചാ എന്റെ മനസ്സിൽ ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. അതായത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയുണ്ട്, പ്രേമലേഖനം. അതിനകത്ത് രണ്ടുപേര് മാത്രമല്ലേ ഉള്ളൂ. അത് ചെയ്യാൻ ഇങ്ങനെ ഒരു പ്ലാനിലാണ്. ഡയലോഗ് ഇല്ലേ പപ്പ? കൊള്ളാം. ഡയലോഗ് കേൾക്കണോ? ഡയലോഗ് പഠിച്ചോ? പ്രിയപ്പെട്ട സാറാമ്മേ, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുലഭുലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ സ്വന്തം കേശവൻ നായർ. ഇതൊക്കെ എത്ര കാലം മുമ്പേ പഠിച്ചതാണ്. ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ട് പറയണത് ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ പഠിച്ചതാണ്. ഉണ്ടായിട്ടുണ്ടോ? നീ എന്തി പറയണേ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ള നിനക്കൊക്കെ അറിയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്കെന്നെ അറിയാമോ? ആ സമയത്ത് എനിക്ക് 3 പ്രേമം ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ പ്രേമം തുടങ്ങുന്നത് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. കിട്ടില്ല. ഒരു ശ്രീദേവി രാജൻ, ഒരു വെളുത്ത കൊച്ച്, തലയിൽ എപ്പോഴും തുളസിപ്പൂ കൊച്ചുകൊണ്ടിരും. പക്ഷെ 8-ാം ക്ലാസ്സായപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് മാറിപ്പോയി. പിന്നെ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അടുത്ത പ്രേമം വരുന്നത്. പിള്ളേരെ കഴിച്ചു കഴിഞ്ഞില്ലേ? നിങ്ങൾ പോയി കിടന്നുറങ്ങാൻ നോക്കൂ. പപ്പയുടെ പ്രേമകഥയും കേട്ടോണ്ടിരിക്കുന്നു. അതിന്റെ പേര് തോന്നുന്നു പരിചയമുള്ള അതിന്റെ പേര് വല്ലതും ആണെങ്കിലേ നോക്കാം. അവളുടെ പേര് മിനി കോശി. നമ്മൾ അലക്സാണ്ടർ അങ്ങളുടെ ഭാര്യ. അതൊന്നും അല്ല, പിന്നെ ഇത് വേറെ. നിനക്കറിയില്ല. പക്ഷെ അതങ്ങ് പോയി. പിന്നെ സീരിയസ് ആയിട്ടൊരു പ്രേമം ഉണ്ടാവുന്നത് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഒരു ശാലിനി. നമ്മളെ ശാലിനി ഉണ്ണികൃഷ്ണനൊന്നുമല്ല, ശാലിനി രാജൻ. നല്ല അസലായിട്ട് പഠിക്കും. അതിനേക്കാളും ഗംഭീരമായിട്ട് പാട്ട് പാടും. എൻ്റെ പോരെ. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്നുള്ളത്, സ്കൂളിൽ വരുന്ന ദിവസത്തിൽ ഞങ്ങൾക്ക് നാടകം ചെയ്യണം. കിട്ടിയ നാടകം ഈ പ്രേമലേഖനമാണ് ബഷീറിന്റെ. ഞാൻ കേശവൻ നായർ, ഈ ശാലിനിയാണ് സാറാമ്മ. പക്ഷെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ കൊച്ചിനോട് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്തോ എനിക്ക് പ്രേമം തോന്നിയിട്ടൊന്നുമില്ല. സ്റ്റേജിൽ ഞാൻ കേശവൻ നായരായിട്ട് ഞാൻ ഒന്ന് ഡയലോഗ് പറയാനുണ്ട്. ആ കൊച്ചിന്റെ കണ്ണിലേക്ക് നോക്കി ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റക്കായി നിൽക്കുകയാണ്. ഡയലോഗ് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ മനസ്സിൽ നിന്നൊരു പ്രണയം ഇങ്ങനെ പോന്നു. അവളെ കണ്ണി നോക്കിയപ്പോ ഞാനപ്പം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സാറാമ്മേ, ഇതൊക്കെ പറഞ്ഞു. എൻ്റെ മോനെ, അത് പറയുമ്പോ ഇപ്പോഴും രോമാഞ്ചാവുന്നു. മമ്മിയെ പപ്പ കൈവിട്ട് പോയെന്നാ തോന്നുന്നേ. ഇതൊക്കെ പഴയ കാര്യല്ലേ. പിന്നെ അത്ര മധുരമുള്ള ഓർമ്മകളാണെന്നോ അതൊക്കെ? മധുരിക്കും ഓർമ്മകളെ. നിങ്ങൾക്ക് എന്താ മനസ്സിൽ ഇളക്കം? അതല്ലേ പപ്പയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ ഇളക്കം ഞാൻ ചോദിച്ചേ. നല്ല കൂടുതൽ ഇളക്കണ്ട കേട്ടാ. അല്ല, രാവിലെ എങ്ങോട്ട് പോണു?
എവിടെ പോണെന്ന്? രാവിലെ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. ആട്ടെ എന്നോട് പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണ്ടേ? അത് ഞാൻ നിന്നോട് പറയാൻ പറ്റൂ. ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഞാൻ പുറത്ത് പോകും. എന്റെ കൂടെ 2-3 പേരോട് ഉണ്ട്, അവരുടെ കഴിച്ചോളാം. എവിടേക്ക്? ആരാ പോണേ? അതെ, പഴയ സ്കൂളിലാ. അവിടെ ഈ ലൈബ്രറിയുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പിന്നെ ഈ ഓഡിറ്റോറിയം റെനോവേഷൻ, അങ്ങനെ കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ. ഈ പഠിച്ച സ്കൂളിൽ തന്നെ വീണ്ടും ചില പ്രോഗ്രാമിന് വേണ്ടി പോവാന്നൊക്കെ പറയുന്നത് പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് അല്ലേ? അതാണ്. അപ്പൊ പഴയ സ്കൂളിൽ പോവല്ലേ? അപ്പൊ പഴയ ഓർമ്മകളൊക്കെ പൊടിയട്ടി എടുക്കാം. ഓർമ്മകൾ അങ്ങനെ പൊടി തട്ടിയെടുക്കാൻ വേണ്ടിയൊന്നുമില്ല, അതിപ്പോഴും മനസ്സിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എനിക്കുണ്ട്. അതെ, ഞാൻ അപ്പൊ ഇന്നലെ ചോദിക്കണം വിചാരിച്ചാ നിങ്ങളോട്. നോക്കി, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യണ്? കൂട്ടുകാര് പലരും കല്യാണമൊക്കെ കഴിച്ച് നാട്ടിൽ തന്നെ സെറ്റില്. മിക്കവല്ലേ എല്ലാവരും ഞാൻ കാണാറുണ്ട്, നാട്ടിലൊക്കെ ഉണ്ട്. ഞാനേ അവന്മാരുടെ കാര്യമല്ല, അവളുമാരുടെ കാര്യം ചോദിച്ചത്. അവളുമാരെന്തെടുക്കണ്ട? ഓ, അവളുമാര് മനസ്സിലായി. ശ്രീജ ഇപ്പൊ എന്തോ സർക്കാർ ഉദ്യോഗസ്ഥയാണ്, തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. പിന്നെ മറ്റേ മിനി കോശി അല്ലേ? മിനി കോശി, ഞാൻ സെക്രട്ടറിയിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ പെട്ടെന്ന് എന്റെ ഫ്രണ്ടിൽ വന്നൊരു പോലീസ് ഓഫീസർ ഒന്നും ഒറ്റ സ്ഥലമുണ്ട്. അതാണ് മിനി കോശി. അപ്പൊ വേറൊരു പെണ്ണുണ്ടായില്ലേ, മറ്റേ പാട്ടൊക്കെ പാടുന്ന കണ്ണാട വെച്ചിട്ട്? അതെന്ത് ചെയ്യുന്നു? ശാലിനി. ഈ നാടകം കളിച്ചതിന് ശേഷം ഞാൻ ഈ ശാലിനി സാറാമയെന്ന് വിളിക്കും. സാറാമ തിരിച്ചെന്നെ കേശവനാരയെന്ന് നീട്ടി വിളിക്കും. അവളെന്ത് ചെയ്യണ്? അതെ, എന്റെ കൂടെ പഠിച്ചാണെന്ന് പറഞ്ഞാൽ അവളെ ഇവളെന്നൊന്നും വിളിക്കണ്ട. ഇപ്പൊ വലിയ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളാ കേട്ടോ. ഒന്ന് ക്ഷമിക്കണം. മാഡം എന്ത് ചെയ്യണം? ആ മേഡം ഇപ്പൊ അസിസ്റ്റന്റ് കളക്ടറാ. വയനാട് ഞാനൊരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് കാറിലേക്ക് കയറാൻ പോയപ്പോ കേശവനാരയെന്നൊരു നീട്ടി വിളി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഈ സാറമ്മ. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി, കുറെ കാലത്തിന് ശേഷം കാണുന്നില്ലേ. പിന്നെ ഞങ്ങള് കുറെ നേരം മിണ്ടിയും പറഞ്ഞും അവസാനം ഭക്ഷണമൊക്കെ കഴിച്ചാൽ പിരിഞ്ഞത്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇവിടെ ആണെന്ന് തോന്നുന്നു. നീ പറഞ്ഞപ്പോഴാ ഓർത്തത്. ഒന്ന് വിളിച്ചു നോക്കണം, കണ്ടിട്ട് മിണ്ടിട്ടൊക്കെ കുറെ കാലമായി. അല്ല, നിങ്ങളുടെ പഴയ ഗ്രൂപ്പ് ഫോട്ടോ ഒന്നുമില്ലേ? സ്കൂൾ ഫോട്ടോ ഒന്നുമില്ലേ? സ്കൂൾ ഫോട്ടോ ഉണ്ട്, പക്ഷെ അത് ചില്ല് പൊട്ടുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലേ ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ, വന്നിട്ട് കാണാം. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. മമ്മി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഗ്രേസ്, ഗ്രേസിക്കുട്ടി, കോഫി ഇട്ടായിരുന്നോ? ഇല്ലേ? എന്നാ ഞാൻ വിട്ടിട്ട് വരാം. കോഫി ഒട്ടി? കോഫി എനിക്ക് വേണ്ടട്ടാ, നിങ്ങൾ ഇട്ട് കുടിച്ചോ. എന്നാ പപ്പയ്ക്ക് വേണം ചോദിച്ചു കൂടെ. പപ്പ എവിടെ പോയി? പപ്പ കാലത്ത് പോയതാ. ജനസേവനം എത്തിക്കാണില്ല, വന്നിട്ടുണ്ടാവില്ല. എന്നാ ഞാൻ പോയി കാപ്പി ഇട്ടിട്ട് വരാം. ഇതെന്തോ ഇല്ലട്ടോ, പ്രിയപ്പെട്ട സാറമ്മയ്ക്ക്. പ്രിയപ്പെട്ട സാറാമ്മയ്ക്ക്, ജീവിതം യൗവനതീക്ഷണവും ഹൃദയപ്രേമ സുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും നിന്നോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. നീയോ
ഗാഢമായി ഇതെനിക്ക് മനസ്സിലായി. എന്ത് സംഭവം? മറ്റേ ഇന്നലെ പറഞ്ഞില്ലേ പ്രേമലേഖനം, അതിന്റെ ഡയലോഗ്. ശരിയാണല്ലോ, ഇതിപ്പോ ലവ് ലെറ്ററാ? എടോ കള്ള, അപ്പൊ ഇന്നലെ പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? ഞാൻ ഇത് ചുമ്മാ നമ്മളെ കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. റൊമാൻറ്റിക്സ് ആണ്, ആർക്കോ കൊടുക്കാൻ പറ്റാതെ എഴുതി വെച്ചത്. അതെ അതെ, ഇത് കണ്ടിട്ടേ നല്ല വർഷങ്ങളുടെ പഴക്കമുണ്ട്. ചിലപ്പോ സ്കൂൾ ടൈമിൽ എഴുതിയതായിരിക്കും. കണ്ടോ നമുക്ക് ഇതെവിടെ നടി അമ്മി? കണ്ട, ഞാൻ പറഞ്ഞില്ലേ ബഷീറിന്റെ പ്രേമലേഖനം. ഇത് വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കരുത്. ലെറ്ററും ഞാൻ വെച്ചിട്ടുണ്ട്. ഒമ്പോ ഇല്ലെങ്കിൽ ഇവിടെ വിഷയം ഉണ്ടാകും. സൂക്ഷിച്ചു വെച്ചോ, എവിടെ ഇരുന്ന് അവിടെ തന്നെ കൊണ്ടുവച്ചോ അല്ലേ? ഓ, പണ്ടം കണ്ടൊരു ബുക്ക് എടുത്ത് വെച്ച് ഞാൻ കളിച്ച് പാനത്തുന്ന ഒരു റോസാപ്പൂ ഉണക്കക്കൊള്ളുകൾ ഇങ്ങനെ ഇരിക്കണം. റോസാപ്പൂ അതായത് വീണ് പൊട്ടിപ്പോയി. പപ്പ നീ ആഴ്ച വെച്ചിട്ടെടുത്ത് ഞാൻ അങ്ങനെ വെച്ചിരുന്ന എടുത്ത് വർഷത്തെ തന്നെ അറിയുമ്പോൾ നിനക്കെടുത്ത് കളിക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു വമ്പ വിപ്ലവം ഒരു റോസാപ്പൂ വീണ്. അതെ, ഒരു റോസാപ്പൂന്ന് എത്ര സിമ്പിൾ ആയിട്ട് ടോം പറഞ്ഞത്. പക്ഷെ അത് നമുക്ക് കിട്ടിയ ചൈൽഡ്ഹുഡിൽ കിട്ടിയ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനം ആയിരിക്കുമല്ലോ. അത് നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കുമല്ലോ. അത് നമ്മുടെ പെർമിഷൻ, അത് ഒരാൾ വന്ന് എടുത്ത് അത് നശിപ്പിച്ചാൽ നമുക്ക് ദേഷ്യം വരുമോ? ദേഷ്യം വരും. എനിക്ക് പണ്ട് ഇതുപോലെ മണക്കണ പേന ഒരു പെണ്ണ് തന്നായിരുന്നു, ശ്രീകുട്ടി. ഞാൻ കുറെ നാൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. മണക്കണ പേനെ സാധാരണ പെർഫ്യൂം ഇല്ലേ മണക്കുന്നത്? പേന എങ്ങനെ മണക്കും? അത് നിനക്കറിയൂടാ. എഴുതുമ്പോ മണക്കണം ഇങ്ങുള്ള ഒരു പേനുണ്ട്. ഈ ശ്രീകുട്ടി ആരാ? അതിൻ്റെ കൂടെ പണ്ട് പഠിച്ച ശ്രീകുട്ടി. എപ്പം എത്രാം ക്ലാസ്സിൽ പഠിച്ചത്? എത്രാം ക്ലാസ്സിൽ പഠിച്ചത്? 10ാം ക്ലാസ്സിൽ. ആ, നിങ്ങൾ എന്തിനാ അവള് 10ാം ക്ലാസ്സിൽ തന്ന പേന ഇത്രയും വർഷങ്ങളായിട്ടും സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം? സൂക്ഷിക്കേണ്ട കാര്യം അത് ഇരിക്കട്ടെന്ന് വിചാരിച്ചു. അതെവിടെ ഇരിക്കുന്നു? എവിടെയോ ഇരിക്കുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ദാ വരുന്നേ. 10ാം ക്ലാസ്സിൽ തന്ന ശ്രീകുട്ടിയുടെ പേന അങ്ങാർക്ക് ഇപ്പോഴും സൂക്ഷിച്ചു വെക്കാമല്ലോ. ചായ നിങ്ങൾ പിന്നെ കുടിച്ചാൽ മതി. എന്റെ പൊന്നു മമ്മി, ഈ ആണുങ്ങളെന്ന് പറയുന്ന വർഗത്തിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ തോടി എടുക്കുമ്പോൾ ഇളകി വരുന്നത്. ഇന്നിവിടെ ഒരു വിപ്ലവം ഉണ്ടാകും. ഈ ശ്രീകുട്ടി ആരാന്ന് എനിക്ക് ഇന്ന് തന്നെ അറിയണം. മമ്മി എന്താ വരുന്നേ? ടോമേ, ശ്രീകുട്ടിയുടെ നീ ഇങ്ങനെ വാലും തലയില്ലാതെ എന്താണെന്ന് വെച്ചാൽ കാര്യം തെളിച്ചു പറ. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി കേട്ടാ. നിനക്ക് മനസ്സിലാക്കി പിന്നെ നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇപ്പൊ അങ്ങനെയായല്ലേ? എന്റെ ഗ്രേസി, നീ കാര്യം എന്താണെന്ന് സമാധാനത്തിൽപ്പെട്ട് പറ. എന്താ അതിന്റെ പ്രശ്നം? എന്തോട്ടിയപ്പാ ഇങ്ങനെ വന്ന് കയറിയ തൊട്ടെ തലയും വാലും ഇല്ലാത്ത ഓരോ കാര്യങ്ങളും ഞാൻ കുത്തി പറഞ്ഞു കാര്യം തെളിച്ച് പറയും. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. നോക്കി നീ അവിടെ മിണ്ടാണ്ട് ഇരുന്നോളാം. ഇവിടെ മുതിർന്നവര് സംസാരിക്കുന്ന എന്റെ നീ സംസാരിച്ചാലുണ്ടല്ലോ. എന്റെ ഗ്രേസി, നീ സമാധാനപ്പെട്ട് പറ. എന്താ നിന്റെ പ്രശ്നം? അത് പറ. ഇതെന്താ ഇത്? എന്താ ഇത്? നോക്ക് എന്നിട്ട് പറയും. ഇതെവിടെ കിട്ടി? അതെ, ഈ എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം. ഇതാര് എഴുതിയതാന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അത് ഞാൻ എഴുതിയതാ. സമ്മതിച്ചല്ലേ? നിങ്ങൾ എഴുതിയാലും സമ്മതിച്ചല്ലേ? സമ്മതിക്കാതിരിക്കാൻ ഞാൻ കള്ളം പറഞ്ഞില്ല. അത് ഞാൻ എഴുതിയത്. എനിക്കിനി അറിയേണ്ടതേ ഇത് നിങ്ങളുടെ ഏത് കൂട്ടുകാരത്തേക്ക് എഴുതിയെന്ന് എനിക്കിപ്പൊ അറിയണം. കൂട്ടുകാരി? നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 5-6 കൂട്ടുകാരികളുണ്ട്, മറ്റുണ്ട് മറിച്ചുണ്ടെന്നൊക്കെ. ഇപ്പൊ ആരാന്നും മനസ്സിലായില്ലേ? ആർക്കാന്ന്? നീ എന്തോന്നൊക്കെ ഈ പറയുന്നത്? അത് തന്നെ ഞാനും ചോദിക്കണേ, ആർക്കാ എഴുതിയാണെന്ന് നിങ്ങൾക്ക് പറയണം. എന്തോന്നല്ലേ ഇതൊക്കെ? ഒരു കാര്യം മനസ്സിലാക്കാതെ എന്താ നിന്റെ പ്രശ്നം? നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾ ഇത് ആർക്ക് എഴുതിയതാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? സാറാമ്മക്ക് എഴുതിയല്ലേ ഇത്? ഏത് സാറാമ്മ? നിങ്ങളുടെ പഴയ കാമുകി ആ കൂട്ടുകാരി ശാലിനി അവർക്ക് എഴുതിയല്ലേ ഇത്? നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിന്റെ തലയ്ക്ക് വട്ടാണ്. ഇപ്പൊ എന്റെ തലയ്ക്കായി വട്ട് അല്ലേ? ഞാനിവിടെ കഷ്ടപ്പെട്ട് പിള്ളേരെ നോക്കി കഷ്ടപ്പെട്ട് ജീവിക്കണേ എനിക്കിപ്പൊ തലയ്ക്ക് വിട്ട്. ഈ എന്നെ പഠിച്ചിട്ട് കൊണ്ട് പെണ്ണുങ്ങൾക്ക് എഴുത്തെഴുതാ നിങ്ങള്. നിനക്ക് ഭ്രാന്താ? അപ്പൊ ഇതിന് ആരും ഉത്തരവാദിത്യം പറയും? കണക്കായി പോയി. ഞാൻ ഇഷ്ടമുള്ളവർക്ക് നീ മിണ്ടാതിരുന്നോ? എനിക്ക് ഇഷ്ടമുള്ള ആളിനെ എഴുതും. എന്താ കാര്യം? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്ക്. കാണാമല്ലോ. എനിക്ക് അപ്പോഴേ തോന്നിയാ നിങ്ങള് മറ്റേ നാടകം കളിക്കാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. നിനക്ക് എന്താ ചെയ്യാൻ പറ്റും നീ ചെയ്യും. പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളോട് ഇനിയും പലതുകൊണ്ട് ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ കുത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞല്ലേ നിന്നോട്. ടോമേ,
ചേച്ചി ലില്ലിയോ വാ വാ വാ. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നാ? ഞാൻ പിന്നെ ഇവിടെ ഇല്ലാതെ അങ്ങോട്ട് ഇരിക്കേ. ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറെ കാലം ആയല്ലോ. 5-6 മാസമായി വന്നിട്ട്. ജെസ്സി ഇവിടെ വന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോലും നോക്കിയിട്ടില്ല. ഭയങ്കര തിരക്കാ അച്ഛാ. അവിടെ ആണെങ്കിൽ അറിയാല്ല തിരക്ക്, നിന്ന് തിരിയാൻ സമയമില്ല. അവിടെ എന്തുണ്ട് വിശേഷം? അവിടെ അല്ലല്ലോ വിശേഷം, മൊത്തം ഇവിടെ അല്ലേ. മരുമോള് തിരിച്ചു വന്ന് എല്ലാരും കൂടെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു ടോം വിളിച്ച് പറയാറുണ്ട്. പിന്നെ അച്ചായ സൂസൻ മാമ ഇവിടെ വന്നായിരുന്ന? എന്നിട്ട് വല്ല ഒപ്പിച്ചിട്ടാണോ പോയത്? ഇവിടെ വന്ന് കുറെ ഫൈറ്റ് നോക്കി, പക്ഷേ ഇവിടെ ആയതുകൊണ്ടൊന്നും ഒത്തില്ല. എന്നെ വിളിച്ച അച്ചായ ഒരു ദിവസം അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പിന്നെ എന്റെ പൊന്ന സൂസൻ മാമ, ഇവിടെ എല്ലാവർക്കും തിരക്കാണ്, ക്ലീറ്റോ ചേട്ടൻ നാട്ടിലില്ല, ചേച്ചിക്ക് തിരക്ക്, ഏട്ടന് ലീവില്ല, എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ തിരക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നൈസായിട്ടൊക്കെ ഒഴിവാക്കി. അല്ല ലില്ലി ഇങ്ങോട്ടായിട്ട് വന്നാണോ? ഇങ്ങോട്ട് വന്നല്ല, ഇവിടെ ഡാൻസ് ക്ലാസ്സിൽ ഒരു കൊച്ചിന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഇത് ജംഗ്ഷനിൽ അവരുടെ വീട്. അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കൂടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ച്. എല്ലാരും എന്തേ? പിള്ളേര് ഓഫീസിൽ പോയി. ഗ്രേസി ഇവിടെ ഉണ്ട്. വിളിക്ക്. അല്ല ലില്ലി തന്നെ വിളിച്ചാ. ഗ്രേസ് ചേച്ചി. നീയാ? സുഖല്ലേടി? ഓ സുഖം. ഞാനേ ഡാൻസ് ക്ലാസ്സിൽ ഒരു കൊച്ചിന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഈ ജംഗ്ഷനിൽ അവരുടെ വീട്. അപ്പൊ അവിടെ വന്നതാ. അപ്പൊ ഇങ്ങോട്ട് കേറാന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയല്ലേ നീ ഇങ്ങോട്ട് വരുള്ളൂ. ഞാൻ അങ്ങനെയെങ്കിലും വരുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പോലും വരുന്നില്ലല്ലോ. പിന്നെ ഈ ഇച്ചാനെന്തോ പറ്റി? ഭയങ്കര മസിൽ പിടുത്തം. ഇങ്ങനത്തെ ആളല്ലല്ലോ. അതിപ്പോ എല്ലാരും എപ്പോഴും ഒരേപോലെ ഇരിക്കില്ലല്ലോ. അപ്പൊ രണ്ടും കൂടെ വഴക്ക് പിടിച്ചിട്ടുണ്ട്. ചെറിയൊരു വഴക്ക്. നാണമില്ലല്ലോ ഈ പ്രായത്തിൽ വഴക്ക് പിടിക്കാനായിട്ട്. നാണക്കേടാണേ. വഴക്കിട്ടുന്നുള്ളത് ശരിയാ, പക്ഷെ അതിനുള്ള കാരണമേ അത് ഇത്തിരി വലുത് തന്നെയാ. എന്ത് ഇത്ര വലിയ കാര്യം? അതൊക്കെ ഞാൻ പറയാം, നീ വാ. ഇത്തിരി വെള്ളം എന്തെങ്കിലും കുടിക്കാം, വാ. നടക്ക്. ഇതൊക്കെയാണ് കാര്യങ്ങള്. ഇതൊക്കെ ഇച്ചായൻ തുറന്നും പറഞ്ഞതാണ്. ആ പിള്ളേരും ഉണ്ടായി ഇതൊക്കെ പറഞ്ഞപ്പോ. ഇനി നീ ആ ലെറ്റർ ഒന്ന് ശരിക്കൊന്ന് വായിച്ചു നോക്കി, അപ്പൊ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. കണ്ടോ? ഇത് ഞാൻ എവിടെയോ. നിനക്കറിയാമോ ആളെ? ആളെയൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇത് എവിടെയോ കേട്ടിട്ടുണ്ട്. ഇത് അച്ഛൻ്റെ പഴയൊരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഏത് ബുക്ക്? പ്രേമലേഖനം. അത് പറ. ഇത് ആ ബുക്ക്. ഏത്? മറ്റേ കേശവൻ നായർ സാറാമ്മേ. സാറാമ്മ അല്ലെന്ന്, പിന്നെ ശാലിനി. ആ പേര് മാറിയ? ശാലിനി എന്നാണ് അവരുടെ ശരിക്കുള്ള പേര്. ഇത് അവർക്ക് എഴുതിയ ലെറ്ററാണ്. ആ ചേച്ചി വെറുതെ പറയല്ലേ, അച്ഛൻ അങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. എനിക്കും തോന്നിയിരുന്നില്ല, പക്ഷെ ഇതൊക്കെ കാണുമ്പോ എങ്ങനെ വിശ്വസിക്കാതിരിക്കൂടി? അച്ഛനോട്ട് ഒരു കാര്യം തുറന്നും പറയണില്ല. ഒടുക്കത്തെ ദേഷ്യവും വാശിയും. എന്തെങ്കിലും കള്ളത്തരമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ ദേഷ്യവും വാശിയൊക്കെ കാണിക്കുള്ളൂ, അല്ലേ? അപ്പൊ അതാണ് അച്ഛൻ ഇത്രയും മസിൽ പിടിച്ച് അങ്ങോട്ട് പോയത്. അതിലടി അവർക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ട്. മണി പോലെ എല്ലാ കാര്യങ്ങളും പറയണത്. അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിലും അതെ, ഈ ആൾക്കാർക്ക് സ്കൂൾ സമയത്തുണ്ടായ പ്രണയമൊക്കെ ഒന്നും ഒട്ടും മറക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ ആണുങ്ങൾക്ക്, അല്ലേ? ഇതങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. അയ്യോ വേണ്ട, നീ ഇനി ചോദിക്കാൻ നിന്നാ നിന്നോടായിരിക്കും ദേഷ്യം. അത് സാരമില്ല, അതങ്ങ് ഞാൻ സഹിച്ചു. ഗ്രേസ് ചേച്ചി ഇവിടെ നിൽക്കും, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. കൊച്ചു നീ ഇവിടെ നിൽക്കുന്നു, ഞാനിപ്പോ വരാം. പെണ്ണിത് കോളാക്കുമല്ലോ. അച്ചായ എന്ത് എന്ത് ഇതെന്തോന്ന്?
നാണം ഉണ്ടോ ചായ? ഈ പ്രായത്തിൽ പ്രേമവും ലവ് ലെറ്ററും ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്. വന്നപ്പോ തന്നെ അതെല്ലാം വിളമ്പി തന്നല്ലേ, ഇനി പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. പിന്നെ പറയാതെ ഇത് അച്ചായന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ? ഇത് അച്ചായൻ എഴുതിയതല്ലേ? എനിക്ക് കുഞ്ഞു നാൾ തൊട്ട് അച്ചായന്റെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് മനപ്പാടാണ്. കള്ളം പറയാൻ നിൽക്കരുത്. ഉള്ള കാര്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞു. കള്ളമൊന്നും പറയുന്നില്ല, ഇതെന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. അച്ചായൻ പണ്ട് തൊട്ട് ഒരു ബഷീർ ഫാനാണെന്നൊക്കെ എനിക്കറിയാം. ഇങ്ങോട്ട് നോക്കിയേ, ഇതിലെഴുതിയിരിക്കുന്ന സാറാമ്മ ആ പഴയ ശാലിനിയല്ലോ. അതും പറഞ്ഞ പിന്നെ പറയാതെ ഈ ശാലിനിയുടെ കാര്യം എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ അവളോട് ഇഷ്ടമില്ലായിരുന്നു. ലില്ലി, അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയമല്ലേ? അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ കുത്തിപ്പൊക്കി വഴക്കോട്ടാക്കുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ ആരാ കുത്തിപ്പൊക്കിയത്? ഞാനാണോ? ഇത് ആരുടെ ബുക്കിൽ നിന്നാ കിട്ടിയത്? അച്ഛന്റെ ബുക്കിൽ നിന്നല്ലേ കിട്ടിയത്? തുറന്നു പറഞ്ഞു, ഇത് ആർക്ക് വേണ്ടിട്ടാ ഇത്ര നാള് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്? എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ സൂക്ഷിച്ചു വെച്ചു. അതിന് എന്താ പ്രശ്നം? പിന്നെ അല്ല, പിന്നെ ഇനി സംശയങ്ങളൊക്കെ തീർന്നല്ല. വെറുതെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇത് ഇങ്ങോട്ട് നോക്കിയാ എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറഞ്ഞു. ഞാൻ ആരോടും പറയത്തില്ല. പറ. അങ്ങനെ മര്യാദക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഞാൻ പറയാം. ലിജി ഓർക്കണുണ്ടോ? പണ്ട് നമ്മൾ ഇവിടെ ഇതുപോലെ ഇരുന്നപ്പോഴാണ് ജെസ്സിയുടെ മെസ്സേജ് വന്നത്. അത് മറക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ രണ്ടും കൂടെ വിളിച്ചോടിയത്. ജൈത്ര യാത്രയായിരുന്നു കേട്ടോ അത്. ചൈത്ര യാത്ര. അതെ, അതിന് നിമിത്തമായത് ഈ ഞാനാ. അത് നീ മറക്കരുത്. അത് ഞാൻ മറക്കില്ല, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഓർത്തിരുന്നിട്ട് മാത്രം കാര്യമൊന്നുമില്ല. നീ എനിക്ക് ചെലവ് ചെയ്യണം. നീ എനിക്ക് ഇതുവരെ എന്തെങ്കിലും ചെലവ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അയ്യ, നിന്റെ ഞാൻ ഇനി അത് പ്രതീക്ഷിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഓഫീസിൽ കുറച്ച് പെമ്പിള്ളേരില്ലേ, അവരെ പറഞ്ഞ ഡാൻസ് ക്ലാസ്സിലോട്ട് വിടും. വിട്ടിരിക്കും. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യും. അത് ചെയ്യും ഞാൻ. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ലവ് ബേർഡ്സിനെ സെറ്റ് ചെയ്യണ്ടേ വീണ്ടും? അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നുള്ളു. എന്റെ ഗ്രേസ് ചേച്ചിനെ വിളിക്കാൻ പോയത് നിന്റെ ഭാര്യ. ആള് പോയിട്ടുണ്ട്. നീ പോയി പപ്പനെ വിളിച്ചിട്ട് വാ. ചെല്ലുമോ? വിളിച്ചോണ്ട് സോൾവ് ആവൂ. നിനക്കെന്നെ തീരെ വിശ്വാസമില്ലേ? അതെ, ഉണ്ട്. നടക്ക് മമ്മി. ഒന്ന് വിട്ടേടി പെണ്ണെ. എന്ത് കാര്യത്തിന് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്? നടക്ക്. എവിടെ ഇരിക്കും? അതെ, ഇവിടെ ഇരുന്നേ. ഈ പ്രശ്നം സോൾവ് ചെയ്യണ്ടേ? അത് 24 മണിക്കൂർ നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുവോ? ഇവിടെ പിടിച്ചോണ്ട് പോണത് ഞാൻ വരുന്നു. ഞാൻ ഇവിടെ ചർച്ചയ്ക്കൊന്നും ഞാൻ ഇരിക്കുന്നില്ല. അതെ, അതെന്ത് ഞാനും പറയണം. എനിക്ക് വലിയ ചർച്ചയ്ക്കൊന്നും താല്പര്യമില്ല. ഞാൻ അന്ന് ചോദിച്ചപ്പോ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്ത് സംഭാഷണത്തിന് വിളിച്ചാണ് നീ? എന്റെ ഗ്രേസ് ചേച്ചി ഒന്ന് നിർത്തിക്കേ. അതെ, ഈ നാട്ടുകാർക്കൊക്കെ ഈ വീടിനെ പറ്റിയിട്ട് നല്ല മതിപ്പുള്ളതാ. നല്ല സന്തോഷവും സമാധാനവും സ്വർഗ്ഗ തുല്യമായിട്ടുള്ള ഒരു വീടാന്ന ആ അഭിപ്രായം വെറുതെ മാറ്റാൻ നിൽക്കല്ലേ. ലില്ലി, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാത്തവർ എന്തിനു പിടിച്ചിരുന്ന അങ്ങ് പോട്ടെന്നേ. ഗ്രേസ് ചേച്ചി സംശയിച്ച സത്യവാ. അച്ഛൻ തന്നെ ലെറ്റർ എഴുതിയത്. അത് ഞാൻ അന്നേ സംഭവിച്ചാണല്ലോ. അതന്നെ ഞാൻ ചോദിക്കണേ. അത് ആർക്ക് എഴുതിയതാന്നും കൂടി നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനേ അവരോട് പോയി ചോദിക്കാനൊന്നും പോണില്ല. നിങ്ങളൊന്ന് നിർത്തിക്കേ. അച്ഛാ, ഇതിനുള്ള മറുപടി ഞാൻ പറയണത് അച്ഛൻ പറയും. വേണ്ട വേണ്ട വേണ്ട, ഞാൻ തന്നെ പറയാം. എന്റെ വായത് കേൾക്കാൻ വേണ്ടിട്ടല്ലേ ഇരിക്കുന്നത്. അതിനെ അവരുടെ പേരിങ്ങോട് പറഞ്ഞാൽ മതി. എന്തുട്ടാ, മിനിന്നാണ് ജ്യോതി എന്നാണ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറ. ഞാനൊന്നും പറയാൻ പോണില്ല ആരോടും. അതെ, എല്ലായിടത്തും കൂടി ഞാൻ ഒരു സത്യം പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പെൺകൊച്ചുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും സ്നേഹമുണ്ട്. കേട്ടാ, അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കത്തെഴുതിയത്. അതിനെ ഞാൻ ചോദിച്ചേ. അവളുടെ പേരിങ്ങോട് പറ. ശാലിനീന്ന, മിനിന്ന, ജ്യോതിന്ന എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറയും. ഞാൻ അവളോടൊന്നും ചോദിക്കാൻ പോണില്ല. എടി പോത്തെ, ആ കൊച്ചിന്റെ പേരാണ് ഗ്രേസി. ഗ്രേസിയ? ഏത് ഗ്രേസി? കല്ലറ ഗ്രേസി. അതാരാ? അത് ഞാനല്ലേ. നിന്നെ അല്ല ഞാൻ പിന്നെ വേറെ ആരാടി പ്രേമിച്ചിട്ടുള്ളത്? എന്റെ ജീവിതത്തിൽ ഞാൻ ആകെ പ്രേമിച്ചിട്ടുള്ള ഒരു പെണ്ണാണ് ഗ്രേസി. അപ്പൊ മറ്റേ 3 പെണ്ണുങ്ങളാ? ഏത് 3 പെണ്ണുങ്ങള്? അല്ല, സ്കൂളിലെ 3 പെൺപിള്ളേര്. എടാ, അത് സ്കൂളിൽ പഠിച്ചപ്പോ ഉണ്ടാകല്ലേ. അതൊന്നും സീരിയസ് പ്രേമൊന്നുമല്ല. അതൊക്കെ അപ്പോഴത്തെ പ്രായത്തിൽ തോന്നിയ ഓരോ തമാശകൾ. നിനക്കൊണ്ടായിട്ടില്ല ഇതുപോലെ ഓരോ പ്രേമങ്ങള്? അല്ല, ഇന്നലെ രോമാഞ്ചൊക്കെ ഒറ്റ അടി വെച്ചെന്താണ്ടല്ലോ. നിനക്ക് ഇതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോ പ്രേമങ്ങളൊക്കെ ഉണ്ട്. ശ്രീകുട്ടി എന്നാ അവളുടെ പേര്? ശ്രീകുട്ടി ഒന്നല്ല, ദിവ്യാക്കെ. അപ്പൊ നിങ്ങളുടെ ലിസ്റ്റിൽ വേറെ ആളുണ്ടല്ലേ? എന്റെ പൊന്നോ, നിങ്ങൾക്കൊന്നും നിർത്താമോ? നിങ്ങളുടെ കാര്യമല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. രണ്ടുപേരും ഉണ്ടായിരുന്നേ. എല്ലായിടത്തും കൂടി ഞാൻ ഒരു സത്യം പറയാം. എന്റെ ജീവിതത്തിൽ ഞാൻ ആകെ പ്രേമിച്ചിട്ടുള്ള ഒരേ ഒരു പെങ്കൊച്ചാണ് ഈ ഗ്രേസി.
അപ്പൊ പപ്പ കത്ത് എഴുതിയത് മമ്മിക്ക് കൊടുക്കാനായിരുന്നല്ലേ? പിന്നല്ലാതെ വേറെ ആർക്കും വേണ്ടി ഞാൻ പ്രേമലേഖനം എഴുതണം? പക്ഷേ ആ കത്ത് എനിക്ക് തന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. നിനക്ക് എങ്ങനെ ഓർമ്മ വേണം? കത്ത് നിനക്ക് തന്നാലല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അന്ന് പ്രേമം തോന്നിയപ്പം ബഷീറിന്റെ ഡയലോഗ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഞാനൊരു കത്ത് എഴുതി. പക്ഷെ നിനക്ക് തരാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. ഞാൻ സൂക്ഷിച്ചു വെച്ചു. അത് അപ്പോഴേ അങ്ങ് പറഞ്ഞിരുന്നെങ്കിലോ? എപ്പോ ഇത്ര പ്രശ്നം ഉണ്ടായപ്പോഴെങ്കിലും? എടേ, പ്രശ്നം ഉണ്ടായപ്പോ അത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം തരുന്നില്ല. ഇത്രയും നാൾ എന്നോട് ജീവിച്ചിട്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ തോന്നി. ഇനി പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു സോറി പറഞ്ഞിട്ട്. സോറി ചായ. ശരി, തൽക്കാലം ഞാൻ ക്ഷമിച്ചു. അപ്പൊ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായല്ലോ. ആര് പ്രശ്നം? എന്ത് പ്രശ്നം? ഞങ്ങളെ പോലും ഒരു പ്രശ്നമല്ലല്ലേ ഗ്രേസി? ഓ എന്റെ അമ്മോ, എന്റെ പൊന്നേ. അയ്യോ, ഒരു പ്രശ്നമില്ല. എനിക്കിപ്പോ സമാധാനം. എന്റെ ദൈവമേ, ഇങ്ങനെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഞാൻ വല്ല ഒത്തുതീർപ്പ് വക്കീലായേനെ. കുടുംബത്തിനകത്തെങ്കിലും എന്തായാലും ആ, എന്തായാലും പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയ സ്ഥിതിക്ക് രണ്ടുപേരും കൈ കൊടുത്തേ. നമ്മളെ പോലും ഒരു പ്രശ്നവുമില്ല അല്ലേ ഗ്രേസി? പിന്നെ ആർക്ക് കൊടുക്കാനാ ഈ ലെറ്റർ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചത്? അല്ലാതെ അതാദ്യമായിട്ട് ഉണ്ടായ പ്രേമല്ലേ, എനിക്ക് പ്രേമലേഖനമല്ലേ, അതങ്ങനെ സൂക്ഷിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാ അതങ്ങ് കൈയോടെ കൊടുക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ. എവിടെ കത്തോടെ? ഇതിനകത്ത് തന്നെ വെച്ചിരിക്കണോ? എന്നിട്ട് ആ ഡയലോഗും അങ്ങോട്ടൊന്ന് പറയും. അയാളെ ഭാര്യയായിട്ട് സോൾവ് ചെയ്യുമ്പോ എന്റെ ഭാര്യ പിന്നല്ല പിന്നെ. അപ്പൊ കൊടുക്കട്ടെ. പ്രിയപ്പെട്ട എൻ്റെ ഗ്രേസി, ജീവിതം യൗവന തീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എൻ്റെ ഈ പ്രിയ സുഹൃത്ത് എന്ത് ചെയ്യുന്നു? ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും ഗ്രേസിയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. ഗ്രേസിയോ ഗാഠമായി ചിന്തിച്ച് മധുരോധരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമ്മയുടെ അല്ല ഗ്രേസിയുടെ സ്വന്തം സെബാസ്റ്റ്യൻ. ഹാപ്പി ആയില്ലേ? ഹാപ്പി. നിങ്ങൾ ഹാപ്പി അല്ലേ? പിന്നെ എനിക്ക് ഇത്ര മനസ്സിലാകത്തോണ്ട് ഞാൻ ചുമ്മാ ഇരിക്കരുത്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? അയ്യോ, ഒന്നും മനസ്സിലാവാത്ത ഒരാള്. അയ്യോ, എന്റെ ഒരു ഭാഗ്യല്ലേ എന്ത്? അപ്പൻ അമ്മയ്ക്ക് പ്രേമലേഖനം കൊടുക്കണവരെ കാണേണ്ടതോ? നീ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. കണ്ണോടല്ലേ?